എൻ്റെ പേര് ഷോൺ. ശരിക്കും അതല്ല എൻ്റെ യഥാർത്ഥ പേര്. തൽക്കാലം ഷോൺ എന്ന് മതി. ഞാനൊരു ചെറിയ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന തരത്തിലുള്ള ഒരു ഗ്രാമത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ യഥാർത്ഥ പേര് പറഞ്ഞ് ഈ അനുഭവം പബ്ലിഷ് ചെയ്താൽ നാട്ടുകാർ എന്നെ ഒന്നെങ്കിൽ ഭ്രാന്തനാക്കും, അല്ലെങ്കിൽ ഞാനൊരു കോമഡി പീസാവും. അതുകൊണ്ട് ഷോൺ. ഞാൻ ജനിച്ചതും വളർന്നതും നോർത്തേൺ അയർലൻഡിലെ ടൈറോൺ എന്ന ചെറിയ ഗ്രാമത്തിലായിരുന്നു. ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വളരാൻ പറ്റിയ ഒരു നല്ല സ്ഥലം തന്നെയായിരുന്നു. നഗരത്തിന് പുറത്തുള്ള ഗ്രാമം, പച്ച പുല്ല് വിരിച്ച പാടങ്ങൾ, പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും മനസ്സുള്ള അയൽക്കാർ, എല്ലാം കൊണ്ടും അവിടെ അടിപൊളിയായിരുന്നു. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇങ്ങനെയൊന്നുമല്ല ആ സ്ഥലത്തെക്കുറിച്ച് തോന്നിയിരുന്നത്. എൻ്റെ കൗമാരകാലത്ത് ആ സ്ഥലത്ത് നിന്നും അതുപോലെ തന്നെ ബോറൻ ഗ്രാമീണ ജീവിതത്തിൽ നിന്നും എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. എൻ്റെ അച്ഛന് ചെറിയൊരു ഫാമുണ്ടായിരുന്നു. എൻ്റെ അമ്മയും മാമനും അടുത്തുള്ള ഗ്രാമത്തിൽ ഒരു പബ്ബ് നോക്കി നടത്തിയിരുന്നു. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഹാപ്പിയായിരുന്നു. പക്ഷേ എനിക്കതൊന്നും പോരായിരുന്നു. എനിക്ക് 18 വയസ്സായപ്പോൾ തന്നെ ഞാൻ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായി ബെൽവെസ്റ്റിലേക്ക് താമസം മാറി. ഞാൻ ആദ്യമായി സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാദറിഞ്ഞു. എനിക്കത് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു. എനിക്ക് അവിടെയുള്ള സമയത്ത് ഞാൻ കുറച്ച് സുഹൃത്തുക്കളെ കണ്ടുപിടിച്ചു. എൻജോയ്മെൻറ്റിൻ്റെ പുതിയൊരു പരമ്പരയിലേക്ക് ഞാൻ കയറി. പക്ഷേ അധികകാലം നീണ്ടു നിൽക്കാതെ റിലേഷൻഷിപ്പിനും പാർട്ടികൾക്കുമിടയിൽ ഞാൻ ചെറിയൊരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം എൻ്റെ ഡിഗ്രി പഠനവും. ഡിഗ്രിക്ക് ശേഷം എൻ്റെ ചില കൂട്ടുകാർ തിരികെ അവരുടെ നാട്ടിലേക്ക് പോയി. മറ്റു ചിലർ അവിടെ തന്നെ ജോലിക്കും കയറി. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ലായിരുന്നു. ഞാൻ 1 വർഷം ഇടവേള എടുക്കാൻ തീരുമാനിച്ചു. സൗത്ത് ഏഷ്യ മുഴുവൻ യാത്ര ചെയ്ത ശേഷം ഓസ്ട്രേലിയയിലേക്ക് നീങ്ങി. അവിടെ ഞാൻ മെൽബണിൽ 1 വർഷം ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചു. പിന്നെയും പുതിയ പുതിയ ആൾക്കാരെ കണ്ടുമുട്ടി, സുഹൃത്തുക്കളായും. അങ്ങനെയൊക്കെ എൻ്റെ 1 വർഷത്തെ വിസ കാലാവധി തീരുന്നത് വരെ ഞാൻ അവിടെ നിന്നു. ശേഷം ഞാൻ തിരികെ അയർലൻഡിലേക്ക് മടങ്ങി. പക്ഷേ അത് ചുരുങ്ങിയ നാളത്തേക്ക് മാത്രമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഉള്ളിലെ യാത്രാപ്രേമി ഒരിക്കൽ കൂടി ഉണർന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം എനിക്ക് അയർലൻഡിൽ പോയി മെൽബണിൽ വെച്ച് കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു മുറിയിൽ താമസിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞാൻ അവിടേക്ക് പോയി. എൻ്റെ അടുത്ത 2 വർഷം ഇംഗ്ലീഷ് തലസ്ഥാനത്ത് ജോലി ചെയ്തും അടിച്ചു പൊളിച്ചും ചെലവഴിച്ചു. ഈ സമയങ്ങളിലൊന്നും എനിക്കെൻ്റെ നാടോ വീടോ വിട്ടു നിൽക്കുന്നതിൻ്റേതായ യാതൊരു സങ്കടമോ ബുദ്ധിമുട്ടോ ഇല്ലായിരുന്നു. ഞാൻ ആഴ്ചയിലൊരിക്കൽ എൻ്റെ അമ്മയെ വിളിക്കുന്നത് തുടർന്നു. അമ്മയും എന്നോട് സന്തോഷത്തോടു കൂടി സംസാരിച്ചു. വീട്ടിലെയും നാട്ടിലെയും ഒക്കെ വിശേഷങ്ങൾ എന്നോട് പങ്കുവച്ചു. പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ഈ ഫോൺ വിളി ഒരു ചെയ്തു തീർക്കേണ്ട ജോലിയായിട്ടായിരുന്നു തോന്നിയിരുന്നത്. ഞാൻ എൻ്റെ സ്വന്തം ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും മുഴുകിയിരുന്നു. ഉള്ളത് പറഞ്ഞാൽ ഈ സിറ്റി ലൈഫിൽ വീട്ടിലുള്ളവരുടെ വരവും പോക്കുമൊക്കെ എനിക്ക് ബോറിംഗ് ആയിരുന്നു. ഇടയ്ക്കിടെ എനിക്ക് നാട്ടിലെ പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നുകളോടും ടയറ്റോ ക്രിസിനോടും ഉൾസർ ഫ്രണ്ട്സിനോടുമെല്ലാം ഒരു കൊതി തോന്നാറുണ്ട്. പക്ഷേ ഈ തോന്നലുകളൊക്കെ വളരെ വിരളമായിരുന്നു. സത്യത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നെ നിർബന്ധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നാട്ടിലേക്ക് വരില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ആ കോൾ വന്നു. എല്ലാ മക്കളും ഭയക്കുന്ന ആ കോൾ. എൻ്റെ അമ്മ എന്നെ വിളിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മയ്ക്കെന്തോ മനപ്രയാസമുണ്ടെന്ന്. അത് എന്തായിരുന്നെന്നാൽ എൻ്റെ അച്ഛന് ലങ് ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കീമോതെറാപ്പി വേണം. ഡോക്ടർമാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എൻ്റെ അച്ഛൻ്റെ ആരോഗ്യം മുഴുവനും ഇല്ലാണ്ടാക്കും. അദ്ദേഹത്തിന് ഇനി ഫാം നോക്കി നടത്താൻ സാധിക്കില്ല. എൻ്റെ അമ്മയ്ക്ക് എല്ലാം കൂടി ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. എൻ്റെ കുടുംബം ചെറിയൊരു ഐറിഷ് കുടുംബമായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിയും മാത്രം. അവളെ നമുക്ക് മേരി എന്ന് വിളിക്കാം. അവളുടെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത്. ഇപ്പോൾ ഒരു കുട്ടിയുമുണ്ട്. അതുകൊണ്ട് അവളിൽ നിന്നും വലിയ സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം അവൾക്ക് നോക്കാൻ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാലോ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാനായിരുന്നു ആ വീട്ടിലെ ഒരേ ഒരു മകൻ. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ എൻ്റെ കുടുംബത്തിന് വലിയ ശ്രദ്ധ കൊടുത്തിട്ടുമില്ല. അമ്മ എന്നോട് നേരിട്ട് ചോദിച്ചില്ല. പക്ഷേ എനിക്കറിയാമായിരുന്നു അമ്മയ്ക്ക് ഞാൻ വീട്ടിൽ വരണമെന്നും അമ്മയെ സഹായിക്കണമെന്നും. കുറഞ്ഞത് അച്ഛനൊന്ന് ഓക്കെ ആകുന്നവരെയെങ്കിലും. എനിക്ക് വേണമെങ്കിൽ പറ്റില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കറിയാമായിരുന്നു ഞാൻ തിരികെ പോയേ പറ്റുമെന്ന്. എനിക്കെൻ്റെ മാതാപിതാക്കളെ ഇഷ്ടമായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അവരോടൊപ്പം ഉണ്ടായേ തീരുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ടൈറോണിലേക്ക് മടങ്ങിയെത്തി.
എൻ്റെ പഴയ മുറിയിൽ കിടന്നുറങ്ങി. രാവിലെ പശുക്കളെ നോക്കി സമയം ചെലവഴിച്ചു. വൈകിട്ട് പബ്ബിൽ ജോലി ചെയ്തു. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ 6 വർഷമായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതാ വീണ്ടും ഇവിടെ തന്നെ. പക്ഷേ എൻ്റെ കഥയിലെ ഈ ഭാഗമല്ല ശരിക്കും ഇൻട്രസ്റ്റിംഗ്. അത് പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ്, നമ്മുടെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യങ്ങൾ. പക്ഷേ എൻ്റെ ഈ കഥ പറയുന്നതിന് മുമ്പായി എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഞാൻ എന്നെ തന്നെ ഒരു സൗമ്യനായ പെരുമാറ്റമുള്ള ആളായിട്ടാണ് കാണുന്നത്. തുറന്ന മനസ്സുള്ള ബുദ്ധിമാനും വിദ്യാഭ്യാസവുമുള്ള ഒരാൾ. ലോകത്തെ യുക്തിപരമായ കണ്ണുകളിലൂടെ കാണാൻ ശ്രമിക്കുന്ന ഒരാൾ. എൻ്റെ നാട്ടിലെ പഴയകാല മുൻവിധികളും അന്ധവിശ്വാസങ്ങളും മറികടക്കുന്നവനാണ് ഞാൻ. ഒരു കത്തോലിക്കനായിട്ടാണ് എന്നെ എൻ്റെ വീട്ടുകാർ വളർത്തിയത്. എല്ലാ ഞായറാഴ്ചയും അവർ എന്നെ നിർബന്ധിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും മതത്തിൽ വിശ്വസിച്ചിരുന്നില്ല. രാഷ്ട്രീയവും എൻ്റെ മേഖലയല്ലായിരുന്നു. ഞാൻ എന്നെ തന്നെ ബ്രിട്ടീഷുകാർക്ക് പകരം ഒരു ഐറിഷായിട്ടാണ് കണ്ടിരുന്നത്. എങ്കിലും ഒരു നാൾ യുണൈറ്റഡ് അയർലൻഡ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതിനുവേണ്ടി ആൾക്കാരെ കൊല്ലുന്നത് ന്യായമാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. 2 ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. സമുദായ വിഭജനം എന്നെ ചൊടിപ്പിച്ചിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഇരയായിരുന്നു എൻ്റെ കുടുംബം. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും 1970 മധ്യത്തിൽ നടന്ന ഒരു സാമുദായിക കലാപത്തിൽ കൊല്ലപ്പെട്ടവരായിരുന്നു. ഞാൻ ജനിക്കുന്നതിനൊക്കെ വളരെ മുമ്പായിരുന്നു ഈ സംഭവങ്ങൾ. പക്ഷേ ഈ ദുരന്തം അന്നും ഇന്നും എൻ്റെ കുടുംബത്തിന് തീരാ വേദനയായിരുന്നു. എൻ്റെ അച്ഛൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സംഭവം ഉണ്ടാക്കിയ മുറിവ് അത്രത്തോളം ആഴത്തിലായിരിക്കും. എനിക്കെൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും അറിയില്ലായിരുന്നു. അവരെക്കുറിച്ച് വീട്ടിലങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ നടന്നതെന്ന് ഞാനും ചിന്തിച്ചിട്ടില്ല. അതായത് തുടർച്ചയായ ആ 5 രാത്രികളിൽ നടന്ന വിചിത്രമായ സംഭവങ്ങൾ. എനിക്ക് അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ ദുസ്വപ്നങ്ങൾ പോലെ എനിക്ക് സംഭവിക്കുന്നത് വരെ. ആദ്യത്തെ രാത്രി മറ്റ് രാത്രികളെപ്പോലെ തന്നെ തുടങ്ങി. ഞാൻ ഗ്രാമത്തിലെ ബാറിൽ ഉറങ്ങാതെ പിടിച്ചു നിന്ന് ജോലി ചെയ്യുകയായിരുന്നു. അന്നൊരു ബുധനാഴ്ച രാത്രിയായിരുന്നു. അധികം ആളോ ബഹളമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സ്ഥിരം വരുന്ന കുറച്ച് കസ്റ്റമേഴ്സ് മാത്രം. അവർ പൈൻറ്റും വിസ്കിയുമൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഒരു മൂലയ്ക്കായി TV ഓണായി ഇരിപ്പുണ്ട്. അതിൽ പഴയ ഏതോ കളികളുടെ ഹൈലൈറ്റ്സ് ഓടുന്നു. ഞാൻ എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ചെറിയ രീതിയിൽ ശ്രദ്ധ കൊടുത്തിരുന്നേ ഉള്ളൂ. കസ്റ്റമേഴ്സിന് വേണ്ടപ്പോൾ പൈൻറ്റ് ഒഴിച്ചു കൊടുക്കും. അല്ലാത്തപ്പോൾ അവരെ പൂർണ്ണമായും അവഗണിച്ച് എൻ്റെ ഫോണിൽ സുഹൃത്തുക്കളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളൊക്കെ നോക്കി പഴയ ജീവിതമൊക്കെ ഓർത്ത് അയവിറക്കിക്കൊണ്ട് നിന്നു. സ്ഥിരം കസ്റ്റമേഴ്സ് എല്ലാവരും ഒരു 10:30 അവരുടെ വീട്ടിലേക്ക് പോയി. പിന്നീട് അധികം കസ്റ്റമേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ ബാർ അടയ്ക്കാൻ തീരുമാനിച്ചു. രജിസ്റ്ററിലെല്ലാം എഴുതി തിട്ടപ്പെടുത്തി. ബാറും പൂട്ടി അമ്മയുടെ സ്കോഡ ഫാബിയ കാറിൽ ഞാൻ തിരികെ വീട്ടിലേക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങി. അന്നൊരു ചൂടുള്ള വസന്തകാലമായിരുന്നു. ആകാശം നിറയെ കാർമേഘങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. ബാറിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്ര കുറച്ചേ ഉള്ളായിരുന്നു. ഗ്രാമത്തിലെ ഇരുണ്ട പാടങ്ങളിലൂടെയും വേലിക്കെട്ടുകൾക്കും ഇടയിലൂടെയുള്ള നേരിയ വഴിയിലൂടെ 5 മൈൽ ഡ്രൈവ്. രാത്രി ആ സമയത്തുള്ള യാത്ര ഭയാനകമായ ശാന്തത നിറഞ്ഞതായിരുന്നു. കാരണം അതുവഴി പോകുമ്പോൾ വളരെ വിരളമായിട്ടാണ് എതിരെ വണ്ടികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിന് പുറത്ത് കുറച്ച് മൈലുകൾക്കപ്പുറം ഒരു റോഡ് ബ്ലോക്കിലേക്ക് എത്തിയപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ഞാൻ. എൻ്റെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് പ്രകാശത്തിൽ അതും ഞാൻ കണ്ടത് ഒരു സൈൻ ബോർഡാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ചെക്ക് പോയിൻറ്റ് എഹഡ് സ്റ്റോപ്പ് എന്നായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഉത്കണ്ഠ തോന്നി. ഞാൻ പതിയെ കാലെടുത്ത് ബ്രേക്കിൽ വെച്ചു. രാത്രി വെള്ളമടിച്ച് വരുന്നവരെ പൊക്കാനുള്ള സാധാരണ പോലീസ് ചെക്കിംഗ് ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചു. എൻ്റെ കഷ്ടകാലത്തിന് ബാർ പൂട്ടാൻ നേരം ഞാൻ ഒരു ഗ്ലാസ് വിസ്കി അടിച്ചിരുന്നു. അത് വലിയ മണ്ടത്തരമായിപ്പോയെന്ന് എനിക്ക് തോന്നി. പക്ഷേ ബാറിൽ നിന്നും വീട്ടിലേക്ക് അധികം ദൂരമില്ലാത്തതിനാൽ പോലീസിൻ്റെ മുന്നിൽ ചാടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ സ്പീഡ് ലിമിറ്റ് തെറ്റിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. പക്ഷേ എന്നെ ഓടിച്ചാൽ പണി കിട്ടും. കാരണം മെഷീന് സൗണ്ട് കേൾക്കും. ഇനി വെള്ളമടിച്ച് വണ്ടി ഓടിച്ചതിന് ലൈസൻസ് സസ്പെൻഡ് കൂടിയായാൽ എല്ലാം ശുഭം. പക്ഷേ എനിക്ക് വണ്ടി തിരിച്ചു വിടാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് വണ്ടി നിർത്തി. ആ ചെക്ക് പോയിൻറ്റിൽ എന്തോ പന്തിയല്ലെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധിക നേരം വേണ്ടി വന്നില്ല. മുമ്പിലുള്ള റോഡിൽ കുറുകെ ഒരു ലാൻഡ് റോവർ കാർ കൊണ്ടിട്ടായിരുന്നു റോഡ് ബ്ലോക്കാക്കിയിരുന്നത്. വണ്ടി കണ്ടിട്ട് മിലിറ്ററി വണ്ടിയാണെന്ന് തോന്നി. കാരണം കടുംപച്ച നിറത്തിൽ മിലിറ്ററി വണ്ടികൾക്കൊക്കെ അടിക്കുന്ന പെയിൻ്റായിരുന്നു ആ വണ്ടിക്കും. ആ പ്രദേശത്ത് എപ്പോൾ വേണമെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ
അന്ന് നോർത്തേൺ അയർലൻഡ് പോലീസ് ഇതുപോലുള്ള ആർമേഡ് ലാൻഡ് റോവർ കാറുകളായിരുന്നു ഓടിച്ചിരുന്നത്. പക്ഷേ എന്നിരുന്നാലും അവരുടെ കാറുകൾ വെള്ള നിറത്തിൽ മഞ്ഞയും നീലയും വരകളുള്ള രീതിയിലായിരുന്നു പെയിൻറ് ചെയ്തിരുന്നത്. മാത്രമല്ല എനിക്ക് മുന്നിലുള്ള ഈ കാർ കണ്ടിട്ട് കുറേ പഴയ മോഡൽ പോലെയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ പൊളിച്ച് കളയേണ്ടിയിരുന്ന വണ്ടി പോലെ. എൻ്റെ അമ്മയുടെ കാർ ഞാൻ നിർത്തിയപ്പോൾ പെട്ടെന്ന് വളരെയധികം പ്രകാശമുള്ളൊരു ടോർച്ച് ലൈറ്റ് കാറിൻ്റെ ഗ്ലാസ്സിലൂടെ ഉള്ളിലേക്ക് അടിച്ചു. അതെൻ്റെ കണ്ണുകളെ അല്പനേരത്തേക്ക് ഒന്നും കാണാൻ സാധിക്കാത്ത വിധത്തിലാക്കി. എൻ്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ഞാൻ എൻ്റെ കൈകൊണ്ട് കണ്ണിലടിക്കുന്ന പ്രകാശത്തെ തടയാൻ ശ്രമിച്ചു. എനിക്കാകെ മൊത്തത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്തോ പന്തികേട് മണത്തു. എനിക്കെൻ്റെ വയറ്റിൽ വേദന അനുഭവപ്പെടാൻ തുടങ്ങി, അതുപോലെ ഭയവും. പക്ഷെ എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഞാൻ ഡിമ്മാക്കി, പക്ഷേ എൻജിൻ ഓഫാക്കിയിരുന്നില്ല. എൻ്റെ തലയ്ക്കുള്ളിൽ എന്തോ ഒരു ശബ്ദം, ഒരു മുന്നറിയിപ്പ് പോലെ എന്നോട് അവിടെ നിന്നും ഇറങ്ങി ഓടാൻ പറയുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷേ എന്നിലെ യുക്തിചിന്ത ഇതെല്ലാം വെറും തോന്നലാണെന്ന് എന്നോട് തന്നെ പറഞ്ഞു. ആടിക്കുന്ന പ്രകാശത്തോട് എൻ്റെ കണ്ണുകൾ അഡ്ജസ്റ്റായ ശേഷം ഞാൻ കണ്ടു കുറേ കറുത്ത രൂപങ്ങൾ ആ ലാൻഡ് റോവറിൻ്റെ പിന്നിൽ നിന്നും നിർത്തിയിട്ടിരിക്കുന്ന എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് മെല്ലെ നടന്നു വരുന്നത്. അവരെ കണ്ടതും എനിക്ക് ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭയം അനുഭവപ്പെടാൻ തുടങ്ങി. എൻ്റെ തലച്ചോർ ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ പോലീസ് ഓഫീസേഴ്സ് തന്നെയായിരുന്നുവെന്ന് ഞാൻ സംശയിച്ചു. അവിടെ നോർത്തേൺ ഐലൻഡിൽ പോലീസുകാർ എപ്പോഴും ആർമഡായിരിക്കും. അവരുടെ കൈകളിൽ എപ്പോഴും ആയുധമുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ നടന്നു വരുന്ന 3 പേരുടെ കയ്യിലുള്ള തോക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. എന്നിരുന്നാലും അവരുടെ യൂണിഫോം കണ്ടിട്ട് പോലീസല്ല, മിലിറ്ററി ആണെന്ന് തോന്നി. അതുമാത്രമല്ല അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഒന്നും തന്നെ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിലായിരുന്നു. അവരിൽ 2 പേരുടെ കയ്യിൽ നീളമുള്ള തടി കൊണ്ടുള്ള റൈഫിളായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമൻ്റെ കയ്യിൽ ഭയങ്കര വലിപ്പവും വീതിയുമുള്ള സബ് മെഷീൻ ഗണ്ണും. ഞാൻ വലിയ ആയുധ വിദഗ്ധനൊന്നുമല്ല എങ്കിലും പക്ഷേ ഈ തോക്കുകളൊന്നും ഈ കാലത്തുള്ളതാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ തലയിൽ ഒന്നിച്ചു വരാൻ തുടങ്ങി. അവരുടെ വണ്ടി, യൂണിഫോം, പിന്നെ ആ തോക്കുകൾ എല്ലാം പഴയ കാലത്തേതുപോലെ ഉള്ളതായിരുന്നു. എനിക്ക് മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോയതുപോലെ. എനിക്കിതൊക്കെ കണ്ടിട്ട് ഒരു സിനിമാ സെറ്റ് പോലെ തോന്നി. ഞാൻ അവരുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് അറിയാതെ എൻ്റെ 21-ാം നൂറ്റാണ്ടിലെ സ്കോഡ കാർ ഓടിച്ച് കയറ്റിയതാവാം. അതായിരുന്നു ഏറ്റവും ലോജിക്കായ ഉത്തരം. പക്ഷേ അത് തെറ്റായിരുന്നു. അവർ ആ തോക്ക് പിടിച്ചേക്കുന്ന രീതി കണ്ട് അവർ നടന്മാരാണെന്ന് തോന്നിയിരുന്നില്ല. അവരെ കണ്ടിട്ട് ശരിക്കും പണി അറിയാവുന്ന നല്ല അസൽ പട്ടാളക്കാരായിട്ട് തന്നെ തോന്നി. ശേഷം അവരുടെ തോക്കുകൾ എനിക്ക് നേരെ ഉയർത്തി. എൻ്റെ വണ്ടിയുടെ മുന്നിലെ ഗ്ലാസ്സിൽ ലക്ഷ്യം വെച്ചു. എൻ്റെ ഹൃദയം അതിവേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. എൻ്റെ സ്റ്റിയറിംഗ് വീലിൽ ഞാൻ മുറുക്കെ പിടിച്ചു. പക്ഷേ എന്നെ ശരിക്കും ഭയപ്പെടുത്തിയത് അതൊന്നുമല്ല, പകരം അവരുടെ മുഖമായിരുന്നു. ആ 3 സംഘം തോക്ക് ചൂണ്ടി എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് അടുക്കും തോറും എൻ്റെ കാറിൻ്റെ ഡിം ലൈറ്റിൽ അവരുടെ മുഖങ്ങൾ എനിക്ക് കാണാൻ തുടങ്ങി. അവരുടെ മുഖത്ത് നിറമില്ലായിരുന്നു. വിളറി വെളുത്ത് പാൽ പോലെയായിരുന്നു. അവരുടെ മുഖം ശൂന്യമായിരുന്നു. ഒരു ഭാവവും ഞാൻ കണ്ടില്ല. പിന്നെ അവരുടെ കണ്ണുകൾ, ഞാൻ ഇന്നേ വരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അവരുടെ കണ്ണുകളിൽ മനുഷ്യൻ്റേതായ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവരുടെ കണ്ണുകൾ കടും കറുപ്പ് നിറത്തിലായിരുന്നു. തൻ്റെ ഇരയ്ക്കായി തക്കം പാർത്തിരിക്കുന്ന സ്രാവുകളുടെ കണ്ണുകൾക്ക് തുല്യം. അവർ 2 പേർ അവർ മനുഷ്യർ തന്നെയാണെങ്കിൽ അവർ അവിടെ നിന്ന് എൻ്റെ കാറിന് നേരെ തോക്ക് ചൂണ്ടി വെടിവെക്കാനെന്ന രീതിയിൽ നിന്നു. മൂന്നാമൻ എനിക്ക് തോന്നുന്നു അതവരുടെ നേതാവാണെന്ന്. അയാൾ തൻ്റെ തോക്ക് താഴ്ത്തി എൻ്റെ കാറിനടുത്തേക്ക് നടന്നെടുത്തു. ശേഷം എൻ്റെ വശത്തുള്ള ഗ്ലാസ്സിന് കുറച്ച് ഇഞ്ചുകൾ മാത്രം വ്യത്യാസത്തിൽ വന്നു നിന്നു. എന്നിട്ട് അയാളുടെ ഭയം ജനിപ്പിക്കുന്ന തീക്ഷ്ണമായ കണ്ണുകൾ കൊണ്ട് എന്നെ തുറച്ചു നോക്കി. എനിക്ക് അയാളെ നേരിട്ട് നോക്കാനോ തലയുയർത്താനോ ഉള്ള ധൈര്യമില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഞാൻ ഭയന്നിട്ടില്ല. ശേഷം കുറച്ചു നേരം ആ രൂപം എന്നെ തന്നെ നോക്കി നിന്നു. അയാളൊന്നും മിണ്ടിയതോ അരങ്ങിയതോ ഇല്ല. ആ കുറച്ച് സമയം എനിക്ക് ആയുഷ്കാലം പോലെ അനുഭവപ്പെട്ടു. അതിൻ്റെ നോട്ടം എൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ കാറിൽ തന്നെ ഇരുന്നു. കൈകൾ സ്റ്റിയറിംഗ് വീലിൽ മുറുക്കെ പിടിച്ച് തല കുനിച്ച് ഡാഷ്ബോർഡിലേക്ക് നോക്കി എങ്ങനെയോ ഇരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന്, എൻ്റെ കട്ടിലിൽ സേഫായിട്ട് ഉണരുമെന്ന്. പക്ഷേ ഇത് ഇത്രയും യാഥാർത്ഥ്യം പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്വപ്നം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. ആ ഭയാനകമായ നിമിഷങ്ങൾക്ക് ഒരു അന്ത്യമില്ലാത്തതുപോലെയായിരുന്നു. എനിക്ക് ഉറപ്പായി ആ പട്ടാളക്കാരൻ, അല്ലെങ്കിൽ അതെന്താണോ അത്, ഒരിക്കലും ഇങ്ങോട്ട് ഒന്നും ചെയ്യില്ല എന്ന്. ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന്. ഉറക്കെ ദീർഘശ്വാസമെടുത്ത് ഞാൻ എൻ്റെ തല ചെറുതായിട്ട് ഒന്ന് ഉയർത്തി.
എന്നിട്ടെൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മെല്ലെ എൻ്റെ വശത്തുള്ള ഡോറിൻ്റെ വിൻഡോ ഗ്ലാസ് ഒരല്പം താഴ്ത്തി. ശേഷം ഞാൻ എനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ രൂപത്തിൻ്റെ നെഞ്ചിലേക്ക് നോക്കി. കാരണം അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. എൻ്റെ വറ്റി വരണ്ട വായ ഞാൻ തുറന്നു. എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി ഞാൻ വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് ചോദിച്ചു, ഗുഡ് ഈവനിങ് സാർ, എന്താ പ്രശ്നം? സാറിന് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കാണണോ? ഞാൻ പറഞ്ഞ വാക്കുകൾ എത്ര അസംബന്ധമായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എൻ്റെ ഈ പ്രവൃത്തി അയാളിൽ ഒരു പ്രതികരണം ഉണർത്തി. ഞാൻ കേട്ടു ആഴത്തിലുള്ള കർക്കശമായ ശബ്ദം. അതെൻ്റെ നട്ടലിലൂടെ ഒരു മിന്നൽ പായിച്ചു. എൻ്റെ സമ്മതമില്ലാതെ തന്നെ എൻ്റെ നോട്ടം മുകളിലേക്ക് പോയി, അയാളുടെ നിർജ്ജീവമായ മുഖത്തേക്ക്, ശേഷം അയാളുടെ കൊടൂരമായ കണ്ണുകളിലേക്ക്. അയാളുടെ വായ പുളക്കെ തുറന്നു. അപ്പോൾ ഞാൻ കണ്ടു ആഴത്തിലുള്ള ഒരു ദ്വാരം. ആ ദ്വാരം ആ രാത്രിയേക്കാൾ ഇരുണ്ടതായിരുന്നു. അയാൾ സംസാരിച്ചപ്പോൾ ആ ശബ്ദം ഒരു മനുഷ്യൻ്റേതാണെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ ചെവിക്കല്ല് പൊട്ടിപ്പോകുന്ന വിധത്തിൽ അയാൾ അലറി വിളിച്ചു പറഞ്ഞു, ഇവൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവനാണ്, ഈ നായിൻ്റെ മോനെ കൊല്ലൂ. അറപ്പുളവാക്കുന്ന ആ വാക്കുകൾ പറഞ്ഞതിന് ശേഷം അയാൾ മെല്ലെ 2 അടി പിന്നോട്ട് വെച്ചു. ശേഷം അയാളുടെ കയ്യിലെ സബ് മെഷീൻ ഗൺ എനിക്ക് നേരെ ഉയർത്തി. അതിനോടൊപ്പം തന്നെ അയാളുടെ ഒപ്പമുണ്ടായിരുന്ന മറ്റു 2 ആളുകളും അവരുടെ തോക്കുകൾ എനിക്ക് നേരെ ചൂണ്ടി. അവരുടെ വിരലുകൾ ട്രിഗറിൽ വെച്ചുകൊണ്ട് വെടിയുതിർക്കാനായി തയ്യാറായി നിന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാനാവാതെ ഭയത്താൽ ഞാൻ മരവിച്ചുപോയി. എന്നിട്ടിതെല്ലാം ഒരു നശിച്ച പ്രാങ്കാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ആ റൈഫിൾ പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ആ വ്യാമോഹവും അതിനോടൊപ്പം തകർന്നിരുന്നു. എൻ്റെ വണ്ടിയുടെ മുന്നിലെ ഗ്ലാസ് പൊട്ടിച്ചിതറി. പൊട്ടിയ ഗ്ലാസ് എൻ്റെ ദേഹത്തേക്ക് ചിന്നിച്ചിതറി വീണു. ഞാൻ അലറിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. താഴേക്ക് കുഴിഞ്ഞതിന് ശേഷം അപ്പുറത്തുള്ള വശത്തെ ഡോറിലേക്ക് ഞാൻ നോക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ എടുത്തെങ്കിലും എന്തെങ്കിലും സഹായത്തിനായി ആരെങ്കിലും വിളിക്കാനുള്ള സമയമില്ലായിരുന്നു. എൻ്റെ വണ്ടിയുടെ ബോഡിയിൽ ബുള്ളറ്റുകൾ തുളച്ചു കയറാൻ തുടങ്ങി. അതെൻ്റെ വണ്ടിയെ പൂർണ്ണമായി നശിപ്പിച്ചു. ശേഷം എൻ്റെ വലത്തെ തോളിൽ അസഹനീയമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ചൂടുകൊണ്ട് തിളച്ചു മറിയുന്ന ഒരു കോയിൻ കൊണ്ട് എന്നെ കുത്തുന്നത് പോലുള്ള വേദന. ഞാൻ വീണ്ടും അലറി. അത്രയ്ക്കും അസഹനീയമായിരുന്നു ആ വേദന. എന്നെ അവർ വെടിവെച്ചുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എനിക്കതിനെ നേരിടാനുള്ള സമയം കിട്ടിയില്ല. അതിനുള്ളിൽ എനിക്ക് വീണ്ടും വെടിയേറ്റു. 1 കൂടുതൽ വെടിയുണ്ടകൾ എൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു. ആ സമയം എൻ്റെ ഉള്ളിൽ ഭയവും വേദനയും മാത്രമായിരുന്നു. എൻ്റെ സ്വന്തം രക്തം കാറിൻ്റെ ഉള്ളിൽ തെറിച്ചു വീഴുന്നത് ഞാൻ കണ്ടു. എനിക്കൊന്ന് അനങ്ങാൻ സാധിച്ചില്ല. എനിക്കൊന്ന് ശ്വസിക്കാൻ സാധിച്ചില്ല. വെടിയുണ്ടകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. അതെ, ഞാൻ എൻ്റെ മരണം എൻ്റെ കൺമുന്നിൽ കണ്ടു. ഒന്നും ചെയ്യാനാവാതെ മരണത്തെ നിസ്സഹായമായി നോക്കി നിൽക്കുന്ന അവസ്ഥ. ഞാൻ എൻ്റെ സീറ്റിലേക്ക് വീണു. എൻ്റെ കണ്ണുകൾ മെല്ലെ അടയാൻ തുടങ്ങി. കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. എല്ലാ വികാരങ്ങളും എൻ്റെ ഭൗമിക ശരീരത്തിൽ ഇല്ലാണ്ടായി. ഞാൻ അലറിക്കൊണ്ട് ഞെട്ടിയുണർന്നു. എൻ്റെ തലയടയിൽ നിന്നും മേൽപോട്ട് അതിവേഗത്തിൽ ഉയർന്നു. ഞാനിതെവിടെയാണ്, എന്താണ് എനിക്ക് പറ്റിയതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞാനെൻ്റെ ചുറ്റുപാടുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു വരാൻ എനിക്ക് കുറച്ചു സമയം വേണ്ടി വന്നു. അതെ, ഞാൻ എൻ്റെ സ്വന്തം ബെഡ്റൂമിൽ കിടക്കുകയാണ്. പ്രഭാതത്തിൻ്റെ ആദ്യ വെളിച്ചം എൻ്റെ കർട്ടൻ്റെ ഇടയിലൂടെ മുറിയിലേക്ക് കയറുന്നു. എനിക്ക് പരിചയമുള്ള സ്വരങ്ങൾ മുറിക്ക് പുറത്തു നിന്നും ബഹളം വയ്ക്കുന്നത് ഞാൻ കേട്ടു. എന്താ മോനെ പറ്റിയത്? ഈ ഓക്കെ ആണോ? എൻ്റെ അമ്മ എൻ്റെ നിലവിളി കേട്ട് ഭയന്നിട്ടുണ്ടാവും. അപ്പോഴും എന്താ നടന്നതെന്നുള്ള ആശയക്കുഴപ്പത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ, ഞാൻ ഇപ്പം താഴേക്ക് വരാം. ശരി മോനെ. അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി മറുപടി പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവുന്നതേ ഉള്ളൂ, പാത്രത്തിൽ ചൂട് ചായ ഇരിപ്പുണ്ട്, അമ്മ പറഞ്ഞു. ഞാൻ ഓക്കെ ആയി വരാൻ അല്പം നേരം വേണ്ടി വന്നു. ഇനി എനിക്ക് ഇവിടെ എന്ത് കോപ്പാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് മുഴുവനും വിയർപ്പിൽ നനഞ്ഞിരിക്കുകയാണെന്ന് കണ്ടെത്തി. പെട്ടെന്ന് ഞാൻ എൻ്റെ ശരീരം മുഴുവൻ ഒന്ന് പരിശോധിച്ചു. എൻ്റെ ദേഹത്ത് വെടിയുണ്ടയേറ്റ പാടുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു മുറിവോ പാടോ എൻ്റെ ദേഹത്തൊന്നും ഇല്ലായിരുന്നു. എൻ്റെ തല കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയോ കട്ടിൽ നിന്നും എഴുന്നേറ്റു. എൻ്റെ മുറിക്ക് ചുറ്റും ഒന്ന് നടന്നു. എന്നിട്ട് ബെഡ്റൂമിലെ ജനാലയുടെ അടുത്തേക്ക് പോയി കർട്ടൻ മാറ്റി നോക്കി. എൻ്റെ അമ്മയുടെ കാർ വെടികൊണ്ട് മുഴുവനായും തകർന്ന് തരിപ്പണമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ആ നീല സ്കോഡ കാർ സ്ഥിരം പാർക്ക് ചെയ്യുന്ന ഇടത്ത് ഒരു പോറൽ പോലുമില്ലാതെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. വിശ്വസിക്കാനാവാതെ ഞാൻ എൻ്റെ തല ഒന്ന് ശരിക്കും കുലുക്കി. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ നടന്നതുപോലെ തന്നെ. എനിക്ക് ശരിക്കും ഭയം അനുഭവപ്പെടാൻ തുടങ്ങി, ഒപ്പം നല്ല ശരീരവേദനയും. അപ്പോൾ അതെല്ലാം ഒരു ദുഷിച്ച സ്വപ്നം മാത്രമായിരുന്നോ? എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ സ്വപ്നം അതെന്നല്ലാതെ ഇതിനൊക്കെ എന്ത് വിശദീകരണമാണുള്ളത്? ഞാൻ അല്പനേരം ദീർഘശ്വാസം എടുത്ത് എന്നെ ഒന്ന് സെറ്റാക്കി.
ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. ഈ നടന്നതിനൊക്കെ യുക്തിപരമായ വിശദീകരണം നൽകാൻ ഞാൻ നോക്കി. ഉറപ്പായും ഈ കുറച്ച് നാളായിട്ട് ഞാൻ നല്ല പ്രഷറിലാണ്. ഞാൻ ഒരേ സമയം 2 ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാമിലിയുടെ അവസ്ഥ, അതിനു പുറത്ത് ഇന്നലെ രാത്രി ബാർ പൂട്ടാൻ നേരം ഞാൻ കുടിച്ച വിസ്കി, ഇതെല്ലാം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറന്നതാവാം. എന്തായാലും ഞാൻ ഇന്നലെ രാത്രി സേഫായിട്ട് വണ്ടി ഓടിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിക്കാണും. പക്ഷേ ഞാൻ കണ്ടതെല്ലാം ഒരു ദുസ്വപ്നം മാത്രമായിരിക്കും. അതുതന്നെയാണ് സത്യമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പാക്കിയ ശേഷം ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണമെന്ന് തീരുമാനിച്ചു. ഇനിയും ഇതുപോലുള്ള ദുസ്വപ്നങ്ങൾ കണ്ടാൽ ഉറപ്പായും ഒരു ഡോക്ടറെ പോയി കാണാനും തീരുമാനിച്ചു. എൻ്റെ വീട്ടുകാരോട് ഇതൊന്നും പറയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം അവർക്കിപ്പോൾ തന്നെ ഓർത്ത് ടെൻഷൻ അടിക്കാൻ കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനി ഇതുകൂടി എന്തിനാ? മാത്രമല്ല ഇത് വെറും സ്വപ്നമല്ലേ എന്ന് ഞാൻ കരുതി. പക്ഷേ എൻ്റെ ആ തോന്നൽ ഒരു വലിയ തെറ്റായിരുന്നു. വ്യാഴാഴ്ച ഒരു സാധാരണ ദിവസം പോലെ കടന്നുപോയി. അന്ന് അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ നടന്ന കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് വന്നിരുന്നില്ല. രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞാൻ ഫാമിലേക്ക് പോയി. അവിടെ ചെയ്തു തീർക്കാനുള്ള പണിയുണ്ടായിരുന്നു. ശേഷം ഉച്ചയൂണിന് ശേഷം അല്പനേരം വിശ്രമിക്കാനായിട്ട് വണ്ടിയെടുത്ത് പബ്ബിലേക്ക് പോയി. എൻ്റെ നൈറ്റ് ഷിഫ്റ്റിനായി. വ്യാഴാഴ്ച പബ്ബിൽ ഞങ്ങൾ ഒരു ക്വിസ് നടത്താറുണ്ട്. അതിനർത്ഥം ആ ദിവസം നല്ല തിരക്കായിരിക്കും എന്നാണ്. എനിക്ക് കാൽ കുത്താൻ പോലുമുള്ള സമയമില്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡും അതിലേക്ക് ശ്രദ്ധ കൊടുത്തു. രാത്രി 12 മണിക്ക് ശേഷം പബ്ബ് അടയ്ക്കുന്നതിന് മുമ്പായി എനിക്ക് നല്ല ക്ഷീണവും തളർച്ചയും തോന്നി. പക്ഷേ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ ഓർത്ത് ഞാൻ ഷിഫ്റ്റ് കഴിയാൻ നേരം മദ്യപിച്ചില്ല. ഉള്ളത് പറയാലോ, തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ചെറിയ പേടി തോന്നി. പക്ഷേ ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ശരി, അടുത്ത് എന്താണ് നടന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എല്ലാം ഇന്നലെ രാത്രിയിൽ നടന്നതുപോലെ തന്നെ നടന്നു. ആ വിജനമായ റോഡിൽ ഇന്നലെ കണ്ട അതേ സ്ഥലത്ത് ചെക്ക് പോയിൻറ്റ് ബോർഡ്. എൻ്റെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ അടിവയറ്റിൽ നിന്നും എന്തോ ഉരുണ്ട് കയറി വന്നു. ഞാനത് കണ്ടപ്പോൾ ഇന്നലെ രാത്രി കണ്ട അതേ വാചകം അതേ മെറ്റൽ ബോർഡിൽ, ചെക്ക് പോയിൻറ്റ് അഹഡ് സ്റ്റോപ്പ് എന്ന്. അത് വീണ്ടും സംഭവിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉറപ്പായും ഇത് ഏതെങ്കിലും രീതിയിലുള്ള കെണിയായിരിക്കുമെന്ന് ഞാൻ കരുതി. വേറെ മാർഗമില്ലാതെ ഞാൻ വണ്ടി നിർത്തി. കാരണം മുന്നിലുള്ള റോഡ് ലാൻഡ് റോവർ കാർ കൊണ്ട് ബ്ലോക്കാക്കി ഇട്ടിരിക്കുന്നു. അതുമാത്രമല്ല, എന്താ ഭയം കൂട്ടാൻ ആ മൂവർ സംഘം ലാൻഡ് റോവറിൻ്റെ പിന്നിൽ നിന്നും നടന്നു വരുന്നു. ഞാൻ എന്നോട് തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു, ഇതൊന്നും സത്യമല്ല, ഇതൊക്കെ എൻ്റെ തളർന്നിരിക്കുന്ന തലച്ചോറിൻ്റെ സങ്കല്പം മാത്രമാണെന്ന്. പക്ഷേ ഇതൊരു ദുസ്വപ്നമാണെങ്കിൽ എന്തുകൊണ്ട് എനിക്കതിൽ നിന്നും ഉണരാൻ കഴിയുന്നില്ല? ആ രംഗം മുമ്പത്തേതുപോലെ തന്നെ ആവർത്തിച്ചു. 2 പേർ തോക്കു ചൂണ്ടി പിന്നിലായി നിന്നു. മൂന്നാമൻ നടന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് ഡ്രൈവർ സൈഡിലെ ഗ്ലാസ്സിലൂടെ എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഇത്തവണ എനിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ധൈര്യമുണ്ടായിരുന്നു. ഞാൻ തലയുയർത്തി ശത്രുവിന് നേരെ നോക്കി. പക്ഷേ എനിക്കിപ്പോഴും അതിൻ്റെ ഇരുണ്ട ആത്മാവില്ലാത്ത കണ്ണുകളിലേക്ക് നോക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഞാൻ അയാളിലെ മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അയാളുടെ ബാരേറ്റിൻ്റെ നിറം, അതുപോലെ തന്നെ അയാളുടെ യൂണിഫോമിലെ ഹാർപ്പിൻ്റെ ആകൃതിയിലുള്ള എന്തോ ഒരു ചിഹ്നം, പിന്നെ അയാളുടെ ഇടത്തെ കവിളിൽ ഒരു മുറിവേറ്റ പാടും. എന്തായാലും ഇത്തവണ ഞാനങ്ങ് സൗമ്യമായി പെരുമാറാൻ ഉദ്ദേശിച്ചില്ല. പകരം ഈ തോക്കുകാരിയുടെ മുഖത്ത് നോക്കി നേരിടാൻ തന്നെ തീരുമാനിച്ചു. ആരാണ് നീ? ഞാൻ നല്ല ധൈര്യത്തിൽ ചോദിച്ചു. നിനക്ക് എന്താ വേണ്ടത്? നീ ശരിക്കും ഉള്ളത് തന്നെയാണോ? സ്വാഭാവികമായിട്ടും അയാൾ എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തന്നില്ല. പകരം അയാളുടെ വായ പുണർക്ക തുറന്ന് കഴിഞ്ഞ രാത്രി പറഞ്ഞതുപോലെ വെറുപ്പുളവാക്കുന്ന വാചകം ഇത്തവണയും അയാൾ അലറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഇവൻ കത്തോലിക്കനാണ്, ഈ നായിൻ്റെ പോലെ കൊന്നുകളയെ. കോപ്പ്, ഞാൻ ഉറക്കെ അലറി. അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടാനായി ശ്രമിച്ചു. എൻ്റെ കാറിൻ്റെ ഡ്രൈവർ സൈഡിലുള്ള ഡോർ തുറന്ന് ഞാൻ ചെക്ക് പോയിന്റിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങി. ഏകദേശം 6 യാർഡ് ഓടിയിട്ടുണ്ടാവും. അപ്പോഴേക്കും എൻ്റെ മുതുകിൽ ബുള്ളറ്റ് പതിച്ചിരുന്നു. വേദനയിൽ അലറിക്കരഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ റോഡിലേക്ക് പതിച്ചു. എൻ്റെ മുതുകിൽ വീണ്ടും ബുള്ളറ്റുകൾ തുളച്ചു കയറി. എൻ്റെ രക്തം ആ റോഡിൽ മുഴുവൻ നിറഞ്ഞൊഴുകി. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ അവസാന ശ്വാസമെടുത്തു. എൻ്റെ കണ്ണുകൾ അടയാൻ തുടങ്ങുന്നതോടെ ഇരുട്ടെന്നെ മൂടി. പിന്നീട് എന്നാ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എൻ്റെ കട്ടിലിൽ നിലവിളിച്ചുകൊണ്ട് ഞെട്ടിയെടീറ്റു. ശരീരത്തിൽ ഒരു പോറൽ പോലും ഇല്ലാതെ. എനിക്കിതൊക്കെ കണ്ടിട്ട് ഗ്രൗണ്ട് ഹോഗ് എന്ന സിനിമ ഓർമ്മ വന്നു. ഈ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എല്ലാ രാത്രികളിലും ഞാൻ അതിക്രൂരമായി കൊല്ലപ്പെടുന്നു. ഈ ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സിലേക്ക് 2 നടന്നേക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് വന്നത്. ഒന്നുകിൽ എനിക്ക് വട്ടായി, അല്ലെങ്കിൽ ഞാനെന്തോ പാരനോർമൽ സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും പ്രേതത്തിലോ അതുമല്ലെങ്കിൽ അമാനുഷികമായ കാര്യങ്ങളിലോ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മാനസികമായി എന്തോ പ്രശ്നം ഉള്ളതാവാനായിരുന്നു സാധ്യത. പക്ഷേ അതിന് ഞാൻ എന്ത് ചെയ്യും?
സ്വയം എനിക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ചെല്ലാൻ പറ്റുമോ? അത് എൻ്റെ ജീവിതം തന്നെ തകർത്ത് കളയും. പിന്നെ എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താവുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, എനിക്കോ എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ ഇങ്ങനെ മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടായ ചരിത്രവുമില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇതൊക്കെ അങ്ങ് മാറും. ഇതെല്ലാം ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഓർമ്മ മാത്രമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നിരുന്നാലും വെള്ളിയാഴ്ച അത്ര നല്ല ദിവസമല്ലായിരുന്നു. ഞാൻ എൻ്റെ ദിനചര്യകൾ ഒരു സോംബിയെപ്പോലെയായിരുന്നു ചെയ്തത്. വീട്ടുകാരോടോ കസ്റ്റമേഴ്സിനോടോ ആരും ഒന്നും തന്നെ ഞാൻ ഇതിനകം ഇടപഴകിയില്ല. എൻ്റെ ബാർ ഷിഫ്റ്റായിരുന്നു അതിലും മോശം. ബാർ അടയ്ക്കാൻ സമയമാവും തോറും എൻ്റെ ഭയം കൂടിക്കൂടി വന്നു. ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന്. എന്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തുകൂടാ എന്നല്ലേ? അതെ, അതുതന്നെയായിരുന്നു ഞാൻ വെള്ളിയാഴ്ച രാത്രി ചെയ്തത്. പബ്ബിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ ആ വഴി കൂടാതെ മറ്റൊരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴി ഗ്രാമത്തിൻ്റെ പുറത്തേക്ക് പോയി മെയിൻ റോഡിൽ കയറി വീണ്ടും തിരിച്ച് കറങ്ങി വരണം. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് കൂടുതൽ വണ്ടി ഓടിക്കണം. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എനിക്ക് അതൊരു പ്രശ്നമേ അല്ലായിരുന്നു. മെയിൻ റോഡിൽ സ്വാഭാവികമായിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീട്ടിലേക്ക് പോകാൻ മെയിൻ റോഡിന് പുറത്തുള്ള ഒരൊറ്റപ്പെട്ട നേരിയ വഴിയിലൂടെ സഞ്ചരിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കഷ്ടകാലത്തിന് ആ ചെക്ക് പോയിൻ്റ് എന്നെയും കാത്ത് ആ വഴിയിലും ഉണ്ടായിരുന്നു. 3-ാം ദിവസം ആയപ്പോഴേക്കും ആ വിചിത്ര സംഭവങ്ങൾ എനിക്കും പരിചിതമായി. പക്ഷേ എൻ്റെ പേടി ധിക്കാരമായി മാറി. ആ റോഡ് ബ്ലോക്ക് എനിക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒന്നുപോലെയായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഉള്ളിലൂടെ പോകണമല്ലോ. എൻ്റെ കണക്കൂട്ടലുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കാലെടുത്ത് ആക്സിഡൻറ്റിന് മുകളിൽ വെച്ച് വണ്ടി മാക്സിമം സ്പീഡിൽ നിർത്തിയിട്ട ലാൻഡ് റോവറിനെ ലക്ഷ്യം വെച്ച് വിട്ടു. ഒന്നുകിൽ ആ ലാൻഡ് റോവറിനെ ഇടിച്ചു മാറ്റി എനിക്ക് കടന്നു പോകണം, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ എനിക്ക് മരിക്കണം. എന്തായാലും അവർ എന്നെ വെടിവെച്ചു കൊല്ലും. അതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നീട് സംഭവിച്ചത് യുക്തിക്ക് നിരക്കാത്ത ഒന്നായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പ്രകാശം അവിടെയാകെ പരന്നു. അത് അല്പനേരത്തേക്ക് എൻ്റെ കണ്ണ് മഞ്ചിപ്പിച്ചു. പിന്നീട് ഞാൻ കാണുന്നത് ആ ചെക്ക് പോയിൻറ്റിന് 100 യാർഡ് പിന്നിലായി ഞാനും കാറും എത്തി നിൽക്കുന്നതാണ്. ആ ചെക്ക് പോയിൻറ്റിലേക്ക് തന്നെ വീണ്ടും കാർ എടുക്കുന്നു. ഞാൻ വീണ്ടും 3 തവണ അതിലൂടെ പോകാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണയും ഞാൻ വീണ്ടും ചെക്ക് പോയിൻ്റ് 100 യാർഡ് പിന്നിലായി വന്ന് വീണുകൊണ്ടിരുന്നു. ആ ഒരു സൈക്കിൾ വീണ്ടും ആവർത്തിക്കാൻ എന്ന വിധം. ഒടുവിൽ ആ ശ്രമം ഞാൻ അവസാനിപ്പിച്ച് എൻ്റെ നശിച്ച വിധിക്ക് കീഴടങ്ങി. അവസാനം ഞാൻ കാർ നിർത്തിയപ്പോൾ ദേഷ്യം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ശേഷം ആ പട്ടാളക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അയാളെ നോക്കി അലറിക്കൊണ്ട് പറഞ്ഞു, നിന്റെ തന്തയെ നീ ഇതുപോലെയാണോ കൊന്നത് മോനെ എന്ന്. അതൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. അയാൾ ആ വൃത്തികെട്ട കമാൻഡ് എടുക്കുന്നതിന് മുമ്പായി അയാളുടെ ആൾക്കാർ എനിക്ക് നേരെ വെടിയുയർത്തു. പിന്നീട് ബുള്ളറ്റുകൾ എൻ്റെ ശരീരം തുളച്ചു. വേദന വന്നു, ഇരുട്ട് വന്നു. പിന്നെ ഞാൻ എൻ്റെ കട്ടിലിൽ അലറിക്കൊണ്ട് ഞെട്ടി എഴുന്നേറ്റു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ശനിയാഴ്ച രാവിലത്തെ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. തുടർച്ചയായി 3 ദിവസങ്ങളിലായി അതിക്രൂരമായി കൊല്ലപ്പെട്ടതിൻ്റെ ആഘാതം എൻ്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യസ്ഥിതിയെ വളരെ മോശമായി ബാധിച്ചിരുന്നു. ഒരിക്കൽ കൂടി ആ നശിച്ച അവസ്ഥയിലൂടെ കടന്നു പോകാൻ എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം എനിക്ക് സുഖമില്ല എന്ന് അമ്മയോട് പറഞ്ഞ് ഞാൻ ലീവ് എടുത്തു. അമ്മയോട് കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. കാരണം എന്നെ കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി എനിക്കൊട്ടും സുഖമില്ലെന്ന്. എന്നെ കുറേ വഴക്ക് പറഞ്ഞതിന് ശേഷം അമ്മ എനിക്ക് ചുക്കുകാപ്പി ഇട്ട് തന്നിട്ട് വിശ്രമിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫാം നോക്കാനായി അയൽപ്പക്കത്തുള്ള ഒരാളെ ഏൽപ്പിച്ചു. പബ്ബിൽ എൻ്റെ ഷിഫ്റ്റ് മാമനോട് നോക്കാനും അമ്മ പറഞ്ഞു. എനിക്കിതിൽ നല്ല കുറ്റബോധം തോന്നി. കാരണം ഞാനിവിടെ വന്നത് എൻ്റെ കുടുംബത്തെ സഹായിക്കാനാണ്. എന്നിട്ടിപ്പോൾ പക്ഷേ എനിക്ക് ഈ കുറച്ച് നേരത്തേക്കുള്ള വിശ്രമം അനിവാര്യമായിരുന്നു. എന്ത് കോപ്പാണ് അവിടെ നടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് എനിക്ക് ഇതിനെല്ലാത്തതിനും ഒരു അന്ത്യം ഉണ്ടാക്കണമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്നേക്കുമായി ഈ മരണക്കെണിയിൽ അകപ്പെട്ടു പോകും. എനിക്ക് കൂടുതൽ സമയമില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അതിവേഗത്തിൽ ഇതിനെക്കുറിച്ച് ഓൺലൈനിൽ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ സെർച്ച് ചെയ്യാൻ ആരംഭിച്ചു. ഞാൻ പല ക്ലൂകളും കണ്ടെത്തി. ചെക്ക് പോസ്റ്റ്, സൈനികർ, അവരുടെ യൂണിഫോമുകൾ, വിൻറ്റേജ് ലാൻഡ് റോവർ, അവർ വഹിച്ചിരുന്ന ആയുധങ്ങൾ. കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ മാതൃരാജ്യത്തിൻ്റെ ഇരുണ്ട ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം കുടുംബത്തിനെ പറ്റിയുള്ള മറച്ചുവെച്ച രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനും. എൻ്റെ ആദ്യത്തെ ക്ലൂ എന്തായിരുന്നെന്നാൽ, എങ്ങനെയാണ് ആ വണ്ടിയും തോക്കും, ആ മുഴുവൻ രംഗവും 3 പതിറ്റാണ്ടുകളായി എൻ്റെ നാടിനെ ബാധിച്ച സാമുദായിക കലാപവും അന്നുണ്ടായ കുഴപ്പങ്ങളെയും ഓർപ്പിക്കും വിധത്തിൽ വന്നത് എന്നാണ്. അന്ന് കണ്ട പ്രേത പട്ടാളക്കാർ 1970കളിൽ ജീവിച്ചിരുന്നവരെ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പഴയ ഫോട്ടോഗ്രാഫ്സും വീഡിയോസും എല്ലാം ഓൺലൈനിൽ തിരയാൻ തുടങ്ങി. ഞാൻ കണ്ട ഫോട്ടോയിലുള്ള പട്ടാളക്കാരൻ ധരിച്ചിരുന്നത് ഞാൻ കഴിഞ്ഞ രാത്രികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരുടേതുപോലുള്ള യൂണിഫോമും ബാറേറ്റും. പിന്നെ അവരുടെ യൂണിഫോമിലും അതേ രീതിയിലുള്ള ഹാർപ്പിൻ്റെ ചിഹ്നമുണ്ടായിരുന്നു.
ആ ഫോട്ടോയുടെ അടിയിൽ എഴുതിയിരുന്നത് UDR പെട്രോൾ കൺട്രി ഡ്രൈ ഓൺ 1974 എന്നായിരുന്നു. എന്നെ അപായപ്പെടുത്തിയവരുടെയും ഈ ഫോട്ടോയിൽ ഉണ്ടായിരുന്നവരുടെയും യൂണിഫോം, എക്യുപ്മെൻറ്റ്സ്, ബാഡ്ജ് എല്ലാം ഒരേപോലെ ഉള്ളവരായിരുന്നു. UDR ആൾസ്റ്റർ ഡിഫൻസ് റെജിമെൻറ്റ്, ഇവരെപ്പറ്റി എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു. സ്കൂളിൽ ഹിസ്റ്ററി ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓൺലൈൻ റിസർച്ചിൽ എനിക്ക് അവരെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കലാപങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ബ്രിട്ടീഷ് ആർമി ലോക്കലായി റിക്രൂട്ട് ചെയ്ത സംഘമായിരുന്നു ഈ UDR. ഇതിൽ കൂടുതൽ പട്ടാളക്കാരും പാർട്ട് ടൈമായിരുന്നു. ഏറെക്കുറെ മുഴുവൻ പേരും പ്രതിഷേധക്കാരുമായിരുന്നു. റെജിമെൻറ്റിന് വിവാദപരമായ ഒരു ചരിത്രമുണ്ടായിരുന്നു. യൂണിയനിസ്റ്റ് വിശ്വസിച്ചിരുന്നത് അവർ IRAയിൽ നിന്ന് സ്വന്തം നാടിനെ സംരക്ഷിക്കുന്ന നല്ലവരായ ആൾക്കാരായിരുന്നു എന്നാണ്. അതേസമയം നാഷണലിസ്റ്റ് അവരെ കണക്കാക്കിയിരുന്നത് കത്തോലിക്കരെ ഉപദ്രവിക്കുന്ന വർഗീയ സേന എന്നായിരുന്നു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഞാനിത് ചോദിക്കുന്നുവെന്ന്. പക്ഷെ ഞാൻ ഏറ്റുമുട്ടിയ ആ മൂവർ സംഘം മരിച്ചുപോയ UDR സേനയിലെ പട്ടാളക്കാരുടെ പ്രേതമായിരിക്കുമോ? ഞാൻ പ്രേതത്തിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് സംഭവിക്കുന്ന ഈ കാര്യങ്ങൾക്ക് എനിക്ക് മറ്റൊരു ഉത്തരം കണ്ടെത്താനാവുന്നില്ല. ഇനി ഞാൻ ഇതെല്ലാം അംഗീകരിച്ചാലും ഈ സത്വങ്ങൾക്ക് എന്നിൽ നിന്നും എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആഴത്തിൽ ചെയ്യാൻ തീരുമാനിച്ചു. ഈ കലാപത്തിൽ വീണുപോയ UDR സോൾജിയേഴ്സിൻ്റെ ഓർമ്മയ്ക്കായി മാത്രമുള്ളൊരു വെബ്സൈറ്റ് ഞാൻ കണ്ടുപിടിച്ചു. ഈ റെജിമെൻറ്റിൻ്റെ 20 വർഷത്തെ നിലനിൽപ്പിൽ 200ഓളം പട്ടാളക്കാർ മരിച്ചിട്ടുള്ളതായി ഞാൻ കണ്ടെത്തി. അവരിൽ ഭൂരിഭാഗം പേരെയും ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയും ഐറിഷ് പാരാമിലിറ്ററിയും ചേർന്നാണ് കൊന്നുകളഞ്ഞത്. എന്നാൽ അവരുടെയൊക്കെ റോൾ ഓഫ് ഓണർ പരിശോധിച്ച് അന്ന് ജീവൻ വെടിഞ്ഞ പട്ടാളക്കാരുടെ കഥനകഥകൾ ഞാൻ വായിച്ചു. പലരും ബോംബ് സ്ഫോടനത്തിലോ വെടിയേറ്റോ തങ്ങളുടെ കുഞ്ഞുമക്കളെയും കുടുംബത്തെയും വിട്ടുപിരിഞ്ഞവർ. മിക്ക എൻട്രീസിലും അവരുടെ ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു. പക്ഷേ ഞാൻ എന്താണ് ശരിക്കും തിരയുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാനൊരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും കണ്ണു തള്ളിപ്പോയി. ആ ഫോട്ടോ കണ്ട ഉടനെ തന്നെ ഞാനത് തിരിച്ചറിഞ്ഞു. അയാളുടെ മുഖവും ഇടത്തെ കവിളിലെ ആ മുറിപ്പാടും എല്ലാം ഓർത്തു വന്നു. ഇയാളായിരുന്നു കഴിഞ്ഞ കുറച്ച് രാത്രികളായി ചെക്ക് പോയിന്റിൽ വെച്ച് എന്നെ കൊല്ലാൻ കൽപ്പിച്ച മനുഷ്യൻ. അയാളുടെ പേര് ആൻഡ്രൂ ജെമിനിസൺ എന്നായിരുന്നു. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇയാൾ 40 വർഷങ്ങൾക്ക് മുമ്പ് 1976 ഒരു ശരത്കാലത്തിൽ ഇയാൾ മരിച്ചുപോയെന്നാണ്. ജെമിനിസണിൻ്റെ ഫോട്ടോ തനിച്ചായിരുന്നില്ല. അയാൾ മരിച്ചത് മറ്റ് 2 UDR പട്ടാളക്കാർക്ക് ഒപ്പമായിരുന്നു. അവരുടെ പേർ സ്റ്റുവർട്ട്, പിന്നെ വൈറ്റ്. അവർ 3 പേരും ഒരുമിച്ച് കുക്സ്റ്റോണിൻ്റെ പുറത്ത് പെട്രോളിംഗ് നടത്തവരെ അവരുടെ ആർമഡ് വാഹനം IRA നടത്തിയ ഒരു ലാൻഡ് മൈൻ ആക്രമണത്തിൽ അകപ്പെട്ട് പൊട്ടിത്തെറിച്ചു. ഈ സംഭവത്തിലായിരുന്നു അവർ 3 പേരും കൊല്ലപ്പെട്ടത്. മറ്റ് 2 ഭീകര പട്ടാളക്കാരെ ഞാൻ അടുത്ത് കണ്ടിരുന്നില്ല. പക്ഷേ സ്റ്റുവർട്ടും വൈറ്റും ആ റോഡ് ബ്ലോക്കിൽ തോക്ക് പിടിച്ചുകൊണ്ട് നിന്ന 2 പട്ടാളക്കാരെ പോലെ തോന്നിച്ചു. ഞാൻ ഈ റിപ്പോർട്ടൊക്കെ സ്ക്രീനിൽ വായിക്കുമ്പോൾ ഒരേ സമയം എനിക്ക് പരിഭ്രാന്തിയും ആവേശവും അനുഭവപ്പെട്ടു. ഒരു കണ്ടെത്തലിൽ എനിക്ക് ആശ്വാസം തോന്നിയെങ്കിലും ഇതിൻ്റെ പ്രത്യാഘാതം ഓർത്ത് ഞാൻ ഭയപ്പെട്ടു. ഞാൻ നേരിട്ട പട്ടാളക്കാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. സ്വാഭാവികമായിട്ടും അതെന്നെ ഭീതിപ്പെടുത്തിയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇതിൽ ഇനിയും എന്തൊക്കെയോ ഉണ്ടെന്ന്. ഞാനും ഈ പരലോക സത്വങ്ങൾക്കുമിടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടാതെ പോയ മറ്റെന്തോ ഒരു കണക്ഷൻ. ഒരു പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും സെർച്ച് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കയ്യിലുള്ള കുറേ പേരുകൾ വെച്ച് അന്വേഷണം ആരംഭിച്ചു. 1976 ആ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ട് ആൻഡ് ആർട്ടിക്കിൾസ് ഞാൻ കണ്ടെത്തി. പക്ഷേ ഇനിയും മറ്റെന്തൊക്കെയോ ഉണ്ടായിരുന്നു. ആ മരിച്ച 3 പേർ വെറും പട്ടാളക്കാരായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാമിസോണിനും സ്റ്റുവർട്ടിനും വൈറ്റിനുമെതിരെ ഓൺലൈനിൽ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇവർ നിയമവിരുദ്ധമായി ഉണ്ടായിരുന്ന അൾസ്റ്റർ വോളണ്ടിയേഴ്സ് ഫോഴ്സിലെ രഹസ്യ അംഗങ്ങൾ കൂടിയായിരുന്നുവെന്നാണ്. നിരവധി കത്തോലിക്കൻസിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ഒരു ലോയലിസ്റ്റ് തീവ്രവാദി സംഘടന. ഈ തീവ്രവാദി സംഘടനയ്ക്കും സെക്യൂരിറ്റി ഫോഴ്സിനുമിടയിൽ എന്തൊക്കെയോ ഒത്തുകളി ഉണ്ടായിരുന്നുവെന്നതിൽ തെളിവുണ്ട്. ഇതിൻ്റെയൊക്കെ നടുക്കായിരുന്നു ഇവർ 3 പേർക്കും മേലുള്ള ആരോപണങ്ങൾ. ഞാൻ വായന തുടർന്നു നിരവധി ഇരകളെക്കുറിച്ചുള്ള സൈറ്റുകളിൽ. ഈ മൂവർ സംഘം IRAയുടെ കൈകളാൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇവർ നിരവധി കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെട്ടിരുന്നു. ഇവർ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു ആക്രമണമായിരുന്നു നിങ്ങൾ ഊഹിച്ചതു തന്നെ, ഒരു വ്യാജ ബോഡി ബ്ലോക്കിൽ നടന്ന വെടിവെപ്പ്. ഇതൊക്കെ മനസ്സിലായപ്പോൾ എനിക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്കിതെല്ലാം ഒത്തു വരുന്നത് പോലെ തോന്നി, ഈ നടക്കുന്നതിനൊക്കെ ഒരർത്ഥമുള്ളതുപോലെ. പക്ഷേ ആ ഷൂട്ടൗട്ടിൽ ഇരയായുള്ള പേരുകൾ വായിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. അവർ വെടിവെച്ച് കൊന്ന ദമ്പതികൾ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമായിരുന്നു. അത് വായിച്ചപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ തളരുന്നത് പോലെ തോന്നി. എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ അനുഭവപ്പെട്ടു. ഈ തീവ്രവാദികൾ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ കൊന്നവരാണ്. എന്നിട്ടിപ്പോൾ അവർ എന്നെ ഉന്നം വയ്ക്കുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതായിരുന്നു ഇവിടെ സംഭവിച്ചത്. ഇതൊക്കെ ഓർത്ത് എൻ്റെ സ്ക്രീനിൻ്റെ മുന്നിൽ നോക്കി കുറച്ചു നേരം ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു.
എൻ്റെ ഉള്ളിൽ എനിക്കറിയാമായിരുന്നു അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയും കാലമായിട്ട് എൻ്റെ അച്ഛനോട് ചോദിക്കാതെ മാറ്റിവെച്ച ആ കുറച്ച് കാര്യങ്ങൾ, പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ വേണമായിരുന്നു. 1975 ആ നശിച്ച രാത്രിയിൽ എന്താ നടന്നതെന്ന് ഞാൻ അച്ഛനോട് ചോദിക്കാൻ തീരുമാനിച്ചു. എനിക്ക് മുന്നിലുള്ള ആ കഠിനമായ സംസാരത്തിന് വേണ്ടി എനിക്ക് മാനസികമായി ഒന്ന് തയ്യാറാവണമായിരുന്നു. വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ അച്ഛനോട് ഒന്ന് ശരിക്കും സംസാരിച്ചിട്ടില്ല. കാലാവസ്ഥയെക്കുറിച്ചും ഫുട്ബോളിനെക്കുറിച്ചുമൊക്കെ ചെറിയ കുശല പ്രശ്നം പറഞ്ഞുവെന്നല്ലാതെ എല്ലാ വട്ടവും അദ്ദേഹം കീമോ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ ഞാനിപ്പം എങ്ങനെയുണ്ടച്ച എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഓരോ തവണയും കുഴപ്പമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുപോലെ. ഞാനും എൻ്റെ അച്ഛനുമിടയിൽ ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. അദ്ദേഹം ഒരു പഴഞ്ചൻ ദുശാട്ടിക്കാരനായ കർഷകനായിരുന്നു. തൻ്റെ സങ്കടങ്ങളെയും വല്ലായികളെയും ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങോട്ട് ഒന്നും അന്വേഷിക്കാൻ പോയില്ല. എൻ്റെ അച്ഛനെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് എന്നോടെല്ലാം തുറന്നു പറയിപ്പിച്ചേ പറ്റൂ. കാരണം ഇപ്പോൾ എൻ്റെ ജീവിതം അതിനെ ആശ്രയിച്ചാണുള്ളത്. എൻ്റെ അച്ഛൻ ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിവായിരിക്കുന്ന ഞങ്ങളുടെ ഹാളിലെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ട് തീ കായുന്നു. പിന്നിൽ ടി വിയും ഓണായിരിപ്പുണ്ട്. നല്ല വൃത്തിയായി പരിചരിച്ച ആ മുറിയിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞ ഫോട്ടോസായിരുന്നു മുഴുവനും. ഓരോ തവണ ഞാൻ മുറിയിലേക്ക് കയറുമ്പോഴും എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകളും മനോഹരമായ കുറേ നിമിഷങ്ങളും കണ്ട് സന്തോഷം കണ്ട് എൻ്റെ കണ്ണുകൾ നിറയുമായിരുന്നു. എൻ്റെ അച്ഛൻ ന്യൂസ് പേപ്പറിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ ഒന്ന് നോക്കിയ ശേഷം എന്നെ കണ്ടുവന്ന രീതിയിൽ ഒന്ന് തലയാട്ടി. അച്ഛൻ 2 ദിവസം മുന്നേ കീമോതെറാപ്പി സെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ തളർന്ന മട്ടിലായിരുന്നു. ചികിത്സയും മരുന്നുമൊക്കെ അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരുന്നു. മുഖമൊക്കെ വല്ലാണ്ടായി, കണ്ണുകളൊക്കെ കുഴിഞ്ഞ് തൊലിയൊക്കെ മഞ്ഞ നിറത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിൽ കണ്ണു നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയുണ്ട് അച്ഛാ? പരിഭ്രാന്തിയോടെ ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ചാരുകസേരയിൽ നോക്കി ഞാനും കസേര എടുത്തിട്ട് ഇരുന്നു. അച്ഛൻ തലയൊന്ന് ഉയർത്തിയ ശേഷം തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കുഴപ്പമില്ല മോനെ, പക്ഷേ വയലിലേക്ക് ഇറങ്ങാൻ ഈ അടുത്തൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ചെറിയ കുശലങ്ങളൊന്നും എൻ്റെ അച്ഛന് താല്പര്യമില്ലെന്ന് അറിയാവുന്ന ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടന്നു. എനിക്ക് അച്ഛനോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അദ്ദേഹം ന്യൂസ് പേപ്പറിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ ആശയക്കുഴപ്പവും ആശങ്കയും കലർന്ന ഒരു ഭാവത്തിൽ നോക്കി. നിൻ്റെ ശബ്ദത്തിൽ എന്തോ വല്ലായികയുണ്ടല്ലോ, എന്തു പറ്റുമോനെ? അദ്ദേഹം തിരക്കി. തുടർന്ന് സംസാരിക്കുന്നതിന് മുന്നേ ഒരു ദീർഘനിശ്വാസം എടുത്തു. അച്ഛാ, എനിക്കറിയാം അച്ഛന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്ന്. പക്ഷേ എനിക്ക് അറിഞ്ഞേ പറ്റൂ. അച്ഛൻ്റെ മാതാപിതാക്കൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അവരെക്കുറിച്ച് അറിയണം. എൻ്റെ അച്ഛൻ അത്ഭുതപ്പെടുന്നത് ഞാൻ കണ്ടു. ഇതിനുപരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യം വന്നത് ഞാൻ കണ്ടു. ഈ ഒരു കാര്യം സംസാരിക്കുന്നത് നിഷിദ്ധം ആണെന്ന പോലെ. ശരി, ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ എന്തിനാ അവരെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്? അച്ഛൻ തിരിച്ച് എന്നോട് ചോദിച്ചു. അദ്ദേഹം തൻ്റെ വികാരങ്ങൾ അടക്കി നിർത്താൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ എനിക്ക് എന്തായാലും ഞാൻ എന്ത് കാരണത്തിനാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതെന്നും പറയാൻ കഴിയില്ല. കാരണം അച്ഛൻ വിചാരിക്കും എനിക്ക് മാനസികമായി എന്തോ തകരാറുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ മരണം മുന്നിൽ കണ്ട നിമിഷങ്ങളെയും പ്രേതത്തെക്കുറിച്ചൊന്നും പറയാതെ കാര്യങ്ങളൊന്ന് വളച്ചൊടിച്ചു പറഞ്ഞു. ഈയിടയ്ക്ക് ഒരു സംഭവം നടന്നു. അത് അവരെപ്പറ്റി ചിന്തിക്കാൻ ഇടവരുത്തി. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണമെന്ന് തോന്നി. സത്യത്തിൽ അറിയാനുള്ള പ്രായം എനിക്കായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അച്ഛൻ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തല താഴ്ത്തി കുറച്ച് നിമിഷത്തേക്ക് കണ്ണുകൾ അടച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൺകോണിൽ നിന്നും ഒരു തരി കണ്ണുനീർ വീണു. അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എൻ്റെ അച്ഛൻ ഇങ്ങനത്തെ വികാരങ്ങളൊന്നും പുറത്ത് കാണിക്കാറില്ല. അദ്ദേഹം തലയുയർത്തി ഇടർന്ന ശബ്ദത്തിൽ ഒരിക്കൽ ഉത്തരം നൽകി. ന്യായമായ കാര്യമാണ് മോനെ, എനിക്കും തോന്നുന്നു നീ സത്യങ്ങൾ അറിയേണ്ട സമയമായി എന്ന്. മാത്രമല്ല ഞാനിനി എത്ര നാൾ മറച്ചുവെച്ച്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നുണ്ടായ വേദന ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അച്ഛനൊരു കുഴപ്പവും സംഭവിക്കില്ല എന്ന്. അദ്ദേഹം വേഗം തന്നെ സുഖം പ്രാപിക്കുമെന്ന്. പക്ഷേ എന്നെക്കൊണ്ട് അന്നേരം അതിന് കഴിയില്ല. മാത്രമല്ല എനിക്ക് കേൾക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ദുരന്ത കഥയാണ്. ഞാൻ അകപ്പെട്ട ഈ കെണിയിൽ നിന്നും പുറത്തു കടക്കാൻ അതേ ഒരു വഴിയേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിച്ചു. ആരും നീ അറിയേണ്ട കാര്യം, നിൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും സത്യസന്ധരും വളരെ നല്ല ആളുകളുമായിരുന്നു. അവർ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. അവരുടെ കുടുംബത്തെയും അയൽക്കാരെയും നന്നായി സ്നേഹിച്ചിരുന്നു. എൻ്റെ അച്ഛൻ വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരെയും പറ്റിച്ചിട്ടില്ല, മുതലെടുത്തിട്ടില്ല. എൻ്റെ അമ്മ അവരുടെ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയായിരുന്നു ജീവിച്ചത് തന്നെ.
അവർ രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയപരമായ തർക്കങ്ങളിലോ ഒന്നും ഇടപെട്ടിരുന്നില്ല. പക്ഷെ അവരെ കൊന്ന ആ നീചന്മാർക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ പറയുമ്പോൾ അദ്ദേഹം വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നെടുവീർപ്പോടെയാണ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവർ ഒരു വ്യാജ ചെക്ക് പോസ്റ്റ് ഉണ്ടാക്കി വെച്ചു. 1-2 മണിക്കൂർ നേരത്തേക്കായിരുന്നു അവർ ആ ചെക്ക് പോസ്റ്റ് വെക്കാൻ തീരുമാനിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും കടന്നു പോകുന്നതിന് മുമ്പ് ആ ചെക്ക് പോസ്റ്റിലൂടെ 2 ലോക്കൽ പ്രതിഷേധങ്ങൾ കടന്നുപോയി. ആ നായിൻ്റെ മക്കൾ അവരെ കടത്തിവിട്ടു. ശേഷം ആ വഴി ഒരു ഓഫ് ഡ്യൂട്ടി പോലീസുകാരൻ കടന്നുപോയി. അയാൾ അവരെ അയാളുടെ ID കാർഡ് കാണിച്ച് കടന്നുപോയി. UDR യൂണിഫോം ധരിച്ച 3 പട്ടാളക്കാർ അവിടെ ആയുധവേഷം അണിഞ്ഞ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് അതിന് മുന്നത്തെ വർഷം മോഷണം പോയ യൂണിഫോമായിരുന്നു അതെന്നാണ്. ചിലപ്പോൾ അത് സത്യമായിരിക്കണം. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഈ നീച പ്രവൃത്തികൾക്ക് പിന്നിൽ ആരായിരുന്നുവെന്ന്. അതിന് മുന്നത്തെ ആഴ്ചയിൽ നടന്ന IRA ആക്രമണത്തിൽ UDR പ്ലേറ്റിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അയാളുടെ സുഹൃത്തുക്കൾ അതിന് പ്രതികാരം ചെയ്യാനായി ഇറങ്ങിയതായിരുന്നു. കണ്ണിൽ കാണുന്നത് ആരായാലും കത്തോലിക്കനാണെങ്കിൽ വെടിവെച്ച് കൊല്ലാനായിരുന്നു അവരുടെ ഉദ്ദേശം. നിർഭാഗ്യവശാൽ ആ നേരത്ത് അവിടെ കൂടെ കടന്നുപോയത് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയുമായിരുന്നു. കൊന്നു കളഞ്ഞടാ ആ മഹാഭാവികൾ അവരെ. എൻ്റെ അച്ഛൻ്റെ ശബ്ദം നന്നായി ഇടറുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി അദ്ദേഹത്തിൻ്റെ കവിളിലേക്ക് വീണു. എൻ്റെ അച്ഛനെ ഞാനിങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അച്ഛനോട് എന്ത് പറയണമെന്നും എനിക്കറിയില്ലായിരുന്നു. 33 ബുള്ളറ്റായിരുന്നു നിൻ്റെ മുത്തച്ഛൻ്റെ മേൽ തറച്ചത്. 10 നിൻ്റെ മുത്തശ്ശിയുടെയും. അവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലായിരുന്നു. എന്തിന് അവരുടെ മരണാനന്തര ചടങ്ങുകൾ പോലും ശരിയായ രീതിയിൽ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അദ്ദേഹം ശരിക്കും തകർന്നു പോയിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ തോന്നി. പക്ഷേ എനിക്കൊന്നും അതിന് സാധിച്ചില്ല. എന്നെക്കൊണ്ട് പറയാനായത് എന്നോട് ക്ഷമിക്കച്ച എന്ന് മാത്രമായിരുന്നു. എൻ്റെ അച്ഛൻ എങ്ങനെയൊക്കെയോ സ്വയം ആശ്വസിച്ചു. ശേഷം തുടർന്നു. നിനക്കറിയാമോ, അച്ഛൻ്റെയും അമ്മയുടെയും നഷ്ടം എന്നെ ആകെ തകർത്തിരുന്നു. പോലീസ് ഒരിക്കലും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ല. അവർ കുറേ അന്വേഷിച്ചു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അത് UDRലുള്ള 3 നായ്ക്കളായിരുന്നുവെന്ന്. അവർ UVFലും പ്രവർത്തിച്ചിരുന്നു. ജെമിനിസൺ സ്ക്വേർട്ട് പിന്നെ വൈറ്റും. ഞാൻ പതിയെ പെറുപെറുത്തു. എൻ്റെ അച്ഛൻ അത്ഭുതത്തോടെ എന്നെ തലയുയർത്തി നോക്കി. ശേഷം അതേ മട്ടിൽ തലയാട്ടി. അപ്പോൾ നീ ആ റിപ്പോർട്ടുകളൊക്കെ വായിച്ചു അല്ലേ? അതെ, അവർ 3 പേരായിരുന്നു അവരെ കൊന്നത്. നിനക്കറിയാമോ, ജെമിനിസൺ ഇവിടെയുള്ള ഒരു ലോക്കൽ പയ്യനായിരുന്നു. ഞാൻ അവനെ ഇടയ്ക്ക് ഗ്രാമത്തിൽ കാണാറുണ്ടായിരുന്നു. അവനൊന്നും സംഭവിക്കാത്തതുപോലെ യാതൊരു കൂസലുമില്ലാതെയാണ് നടന്നിരുന്നത്. ഒരു രാത്രി പബ്ബിൽ വെച്ച് ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചു. അവനെ കൊലപാതകിയെന്ന് ഉറക്കം വിളിച്ചു. ആ തന്തയില്ലാത്ത നായ എൻ്റെ മുഖത്ത് നോക്കി ഒട്ടഹസിച്ചു. അത് ഞങ്ങൾ തമ്മിലൊരു അടിയിൽ കലാശിച്ചു. എനിക്ക് ആ മോനെ കൈകൊണ്ട് കൊല്ലാൻ തോന്നി. പക്ഷെ അപ്പോഴേക്കും പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തു. നിനക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആ മക്കളെന്നെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഒന്ന് നിർത്തിയിട്ട് വീണ്ടും തുടർന്നു. ഞാൻ കുറേ തവണ പ്രതികാരത്തെക്കുറിച്ച് ചിന്തിച്ചു. എന്തിന് IRAയിൽ ജോയിൻ ചെയ്ത് ആ തന്തയില്ലാത്തവന്മാരെ കൊല്ലാമെന്ന് പോലും ഞാൻ ആലോചിച്ചു. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ ഇത്രയും ദേഷ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ എന്താണച്ചാ നിങ്ങളെ അതിൽ നിന്ന് തടഞ്ഞത്? ഞാൻ ചോദിച്ചു. നിൻ്റെ അമ്മ. ഞാനെന്ന് അവളെ കാണാറുണ്ടായിരുന്നു. അവളായിരുന്നു എൻ്റെ നെടുന്തൂണ്. അങ്ങനെ ഞാൻ പ്രണയത്തിലായി. ശേഷം പരസ്പരം വിവാഹം കഴിച്ചു. നീയും നിൻ്റെ അനിയത്തിയും വന്നു. എനിക്കപ്പോൾ സ്വന്തമായൊരു കുടുംബവും ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ വേദനയും ദേഷ്യവുമെല്ലാം പതിയെ മറക്കാൻ തുടങ്ങി. ഞാനിത് നിന്നിൽ നിന്നും നിൻ്റെ പെങ്ങളിൽ നിന്നും മറച്ചു വെച്ചത് നിങ്ങളും എന്നെപ്പോലെ വെറുപ്പിലും ഭീതിയിലും വളരാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. എനിക്ക് മനസ്സിലായെന്ന രീതിയിൽ ഞാൻ തലയാട്ടി. ശേഷം ഇതെല്ലാം എൻ്റെ ഉള്ളിൽ അർത്ഥമുണ്ടാക്കാൻ തുടങ്ങി. അച്ഛൻ ഇത്രയും നാളും ഞങ്ങൾക്ക് വേണ്ടി ഉള്ളിലൊതുക്കി വെച്ചിരുന്നു. എനിക്കിപ്പോൾ അദ്ദേഹത്തോട് എന്തോ ആദരവും ബഹുമാനവും തോന്നുന്നു. ഞാനും അച്ഛനും തമ്മിലുള്ള ഏറ്റവും തുറന്ന സംഭാഷണമായിരുന്നു അത്. പിന്നീട് അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അച്ഛൻ അറിയാമോ? ജാമിസനും വൈറ്റിനും സ്റ്റുവർട്ടിനും ഞാൻ ചോദിച്ചു. അറിയാം. പിന്നീട് 1 വർഷത്തിന് ശേഷം IRA നടത്തിയ ഒരു ബോംബാക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടു. അച്ഛൻ ഉത്തരം നൽകി. എനിക്കറിയാമായിരുന്നു ഞാൻ വീണ്ടും അതിൽ കിടക്കുകയാണെന്ന്. എനിക്കത് ചോദിച്ചേ മതിയാവുള്ളായിരുന്നു. അവർ മരിച്ചപ്പോൾ അച്ഛൻ എന്താ തോന്നിയത്? എൻ്റെ അച്ഛൻ മെല്ലെ തലയാട്ടി. ഞാൻ ഈ ചോദ്യം ചോദിക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടതുപോലെ. ഞാൻ കരുതി എനിക്ക് സന്തോഷിക്കാമെന്ന്, അവരുടെ മരണം എൻ്റെ സംതൃപ്തി കൊണ്ടുവരുമെന്ന്. പക്ഷെ സത്യത്തിൽ അങ്ങനെയൊന്നുമല്ലായിരുന്നു. ആ വ്യക്തികൾ എൻ്റെ കുടുംബത്തിന് ചെയ്ത ദ്രോഹം ചെറുതൊന്നുമല്ല. പക്ഷെ അവർ എപ്പോഴും ആരുടെയൊക്കെയോ മക്കളായിരുന്നു, സഹോദരങ്ങളായിരുന്നു.
അച്ഛനായിരുന്നു. ഇല്ല മോനെ, വെറുപ്പ് ഒരു വിഷം കുടിക്കുന്ന പോലെയാ. അവർ എൻ്റെ കുടുംബത്തോട് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷെ കാലം കടന്നു പോകുന്തോറും ഞാൻ അവരോട് ക്ഷമിക്കാൻ പഠിച്ചു. വികാരഭരിതമായ സംഭാഷണത്തിന് ശേഷം ഞാനും അച്ഛനും അല്പം മദ്യം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ അച്ഛന് 2 വലിയ ഗ്ലാസ്സുകളെടുത്ത് അദ്ദേഹം വിശിഷ്ട ദിവസങ്ങൾക്കായി മാറ്റിവെക്കുന്ന വിസ്കി എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. കുടിച്ചതിന് ശേഷം ഞാനും അച്ഛനും ഒന്ന് വാരിപ്പുണർന്നു. ശേഷം അദ്ദേഹം എന്നോട് അല്പം വിശ്രമം വേണം എന്ന് ആവശ്യപ്പെട്ടു. അച്ഛൻ്റെ ഈ അവസ്ഥയിൽ ഇത്രയും വേദനിപ്പിച്ചതിന് എനിക്ക് നല്ല സങ്കടം തോന്നി. എന്നാലിപ്പോൾ എനിക്ക് സത്യങ്ങൾ അറിയാമല്ലോ. അതുപോലെ തന്നെ ഈ നശിച്ച ഊരാക്കുടുക്കിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്നും. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. ഈ ദുസ്വപ്നങ്ങൾ കാരണം എനിക്ക് ഒരുപോലെ കണ്ണടക്കാൻ സാധിച്ചിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. എല്ലാം ഓക്കെ ആണെന്ന് അടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥിര ജോലികൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഓക്കെ ആണെന്ന വിശ്വാസമില്ലായിരുന്നു. അമ്മ എന്നോടായി പറഞ്ഞു, നിൻ്റെ മുഖമാകെ വിളറിയിരിക്കുന്നു, ഇന്ന് ഒരു ദിവസം കൂടി നീ വിശ്രമിക്കുക എന്ന്. പക്ഷേ അമ്മയുടെ വാക്കുകൾ ഞാൻ നിരസിച്ചു. അമ്മ എന്നെ കുറേ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും അച്ഛൻ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് എൻ്റെ തോളിലൊന്ന് തട്ടി. ഫാമിലെ പണിയെല്ലാം തീർത്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് രാത്രി ഷിഫ്റ്റിനായി പബ്ബിലേക്ക് പുറപ്പെട്ടു. ഞാൻ പൂർണ്ണമായും ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും. എൻ്റെ ഉള്ളിൽ അപ്പോഴും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും പിന്നെ എന്നെ കാത്ത് വഴിയിൽ നിൽക്കുന്ന ആ പ്രേതങ്ങളുമായിരുന്നു. ഷിഫ്റ്റ് കഴിഞ്ഞ് പബ്ബ് പൂട്ടി തിരികെ വണ്ടി ഓടിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ അതേ ചിന്തകളായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു പ്ലാനുണ്ടായിരുന്നു. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എന്തായാലും അവരെ നേരിട്ട് കണ്ടേ തീരൂ, അല്ലെങ്കിൽ അവർ എന്നെ ജീവിതകാലം മുഴുവൻ പിന്തുടരും. തിരിച്ചുള്ള യാത്ര സ്വാഭാവികമായിട്ടും ഭീതി നിറഞ്ഞതായിരുന്നു. സ്റ്റിയറിങ്ങിൽ പിടിക്കവേ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എവിടെയോ ഇന്ന് സുരക്ഷിതമായി വീട്ടിലെത്താം എന്ന് വിശ്വസിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ ചെക്ക് പോയിൻ്റ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ രംഗം മുഴുവൻ മുമ്പത്തെ പോലെ ആവർത്തിക്കാൻ തുടങ്ങി. ഞാൻ റോഡ് ബ്ലോക്ക് തകർത്ത് വണ്ടി ഓടിച്ചു പോവാനോ അവരെ എതിർക്കാനോ കൂട്ടാക്കിയില്ല. കാരണം അത് നിഷ്ഫലമായ ശ്രമമാണെന്ന് എനിക്കറിയാമായിരുന്നു. അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നിട്ടും ഇതിത്ര എളുപ്പമായിരുന്നില്ല. എനിക്കപ്പോൾ അറിയാം ഇവർ ജീവിച്ചിരുന്നപ്പോൾ ആരായിരുന്നു, എന്താണ് ചെയ്തതെന്ന്. എൻ്റെ വികാരങ്ങളെല്ലാം ഞാൻ അടക്കി നിർത്തി. ആ പട്ടാളക്കാർ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട് എൻ്റെ ശരീരമാകെ വിറച്ചു. അയാൾ കാറിൻ്റെ ഡ്രൈവർ സൈഡിലുള്ള ഗ്ലാസ്സിലെത്തുന്നതിന് മുമ്പായി ഞാൻ എന്നെ തന്നെ ഒന്ന് ഓണാക്കി. ഞാൻ മെല്ലെ വണ്ടിയുടെ ഗ്ലാസ് തുറന്നു. പുറത്തുനിന്നുള്ള തണുത്ത കാറ്റ് എൻ്റെ ഉള്ളിലുള്ള എല്ലാ ശക്തിയും പുറത്തെടുത്ത് തലയുയർത്തി ആ ഇരുണ്ട കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കാൻ സഹായിച്ചു. അപാരമായ പേടിയിലും ആ ഇരുണ്ട കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഞാനത് കണ്ടു. ആ കണ്ണുകളിൽ ദാരുണമായ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി ആ ആത്മാവിനെ ഇനി ഭയപ്പെടേണ്ടെന്ന്. പകരം അതിനെ കണ്ട് സഹതപിക്കുകയാണ് വേണ്ടത്. ഞാൻ എൻ്റെ വായ തുറന്ന് മെല്ലെ പറയാൻ തുടങ്ങി. മറ്റൊരു ലോകത്തുനിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന ആ വാക്കുകൾ ഞാനെന്താ പറഞ്ഞതെന്നറിയാമോ? ഞങ്ങൾ നിങ്ങളോടായി ക്ഷമിച്ചിരിക്കുന്നു. ആ വാക്കുകൾ പറഞ്ഞതും പിന്നീട് നടന്നത് മറ്റൊന്നായിരുന്നു. ജെമിസോണിൻ്റെ കണ്ണിൽ മുമ്പില്ലാതിരുന്ന ഒരു തിളക്കം ഞാൻ കണ്ടു. മനുഷ്യത്വത്തിൻ്റെ ഒരു അടയാളം. അയാളുടെ തോളിൽ നിന്നും എന്തോ വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ എനിക്ക് തോന്നി. പിന്നീട് എന്താണ് നടന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പെട്ടെന്നൊരു വലിയ പ്രകാശം എൻ്റെ കണ്ണുകളിൽ അടിച്ചതായി ഞാൻ ഓർക്കുന്നു. അത് അല്പനേരത്തേക്ക് ഒന്നും കാണാൻ എന്നെ ആവാത്ത അവസ്ഥയിലാക്കി. പിന്നീട് ആകെ ഒരു തണുത്ത കാറ്റ് വീശി. അതെന്നെ വിറപ്പിച്ചു. ശേഷം ബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ജെമിസോൺ അവിടെ ഇല്ലായിരുന്നു. ഒപ്പം അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 ആത്മാക്കളും. എനിക്ക് മുന്നിലായുള്ള റോഡ് തെളിഞ്ഞു വന്നു. ആ ചെക്ക് പോയിൻ്റോ റോഡ് ബ്ലോക്കോ ഇപ്പോൾ അവിടെ ഇല്ലായിരുന്നു. ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു, സ്റ്റിയറിംഗ് വീൽ പിടിച്ചുകൊണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാനാവാതെ. കുറച്ച് സമയത്തിന് ശേഷം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി ഞാൻ അവിടുന്ന് വണ്ടിയെടുത്തു. ഈ വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ട് ഇപ്പോൾ 1 വർഷം തികയുന്നു. പിന്നീട് ആ റോഡ് ബ്ലോക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. എനിക്കുറപ്പാണ് ജാമിസോണും കൂട്ടരും മറ്റൊരിടത്തേക്ക് പോയിട്ടുണ്ടാവും. അവർക്ക് ശാന്തി ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അച്ഛൻ നന്നായി മരുന്നുകളോട് പ്രതികരിച്ചു. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ഇതിനർത്ഥം എനിക്കിനി ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന്. പക്ഷേ കുറച്ചുനാൾ കൂടി അവിടെ തന്നെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് എനിക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു വിടും. പക്ഷേ അന്ന് ഞാൻ അനുഭവിച്ചതെല്ലാം സത്യമായിരുന്നു.